ചന്തു അല്ലേ? അറിയോ? ചേട്ടാ അപ്പൊ മറന്നിട്ടില്ല. അങ്ങനെയൊക്കെ മറക്കാൻ പറ്റും ചേട്ടാ. നീ എന്താ കഴിഞ്ഞ മാസത്തെ കോളേജ് റിയൂണിയന് മുങ്ങിയത്? നീ മാത്രം വന്നില്ലല്ലേ? രക്ഷപ്പെട്ടില്ല കേട്ടോ, അതാ വരാതിരുന്നു. അത് ശരിയാവൂടാ. ഇപ്പം അങ്ങനത്തെ പ്രതീക്ഷയൊന്നുമില്ല ചേട്ടാ. ചത്തു പോകത്തൊന്ന് ജീവിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. എന്താണ് ഇങ്ങനെ എല്ലാത്തിനും നെഗറ്റീവ് പറയണേ? മടുത്തു ചേട്ടാ. ജീവിതം ഒന്ന് സെറ്റാക്കാൻ വേണ്ടി കുറേ ഓടി, എന്നെക്കൊണ്ട് പറ്റുന്ന പരമാവധി ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ ഒന്നും സെറ്റായില്ല. കൂടെ പഠിച്ചവരെ എല്ലാവരും രക്ഷപ്പെട്ടെന്ന് കഴിയുമ്പോൾ ഒരു കളിയാക്കലുണ്ട്. ശരിക്കും ഞാൻ തോൽവിയില്ല ചേട്ടാ. എടാ, നീ എന്തോ സിനിമ പരിപാടിയായിട്ട് നടക്കായിരുന്നില്ലേ? ആയിരുന്നു, പക്ഷെ എൻ്റെ 2 സ്ക്രിപ്റ്റും സിനിമയായതാ. പക്ഷെ എൻ്റെ പേരൊന്നും വന്നില്ല. സ്ക്രിപ്റ്റ് അടിച്ചോണ്ട് പോയാ? എടാ, നിനക്ക് കേസ് കൊടുക്കായിരുന്നില്ലേ? ചേട്ടാ, ഞാൻ ഈ നെപ്പോക്കിട്ട് അല്ലാത്തടത്തും കാലം ഇതൊക്കെ സിനിമയുടെ ഭാഗമാണെന്ന് എല്ലാവരും പറയുന്നു. എടാ, എല്ലാ മേഖലയിലും കാണും ഇതുപോലെ വ്യാളികൾ ആൾക്കാരെ പറയിപ്പിക്കാനായിട്ട്. ഭാരതിയുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ അറിഞ്ഞു. എടാ, എന്താണ് നിനക്കൊക്കെ പറ്റിയത്? ചേട്ടാ, എൻ്റെ ഒപ്പം അവൾ ജീവിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കരയ്ക്ക് അടുക്കില്ലെന്ന് നമുക്ക് തോന്നിക്കാണും. അതായിരിക്കും സെറ്റാവുന്നത്. എടാ, ഇതൊക്കെ ശരിയാവും. ഇപ്പൊ തന്നെ നീ എന്നോട് സംസാരിച്ചപ്പോ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടിയില്ലേ? കുറേ നാളുകളായിട്ട് ഇതുവരെ എനിക്ക് ആരെങ്കിലും സംസാരിച്ചിട്ട്. ചന്തു, എടാ, നിനക്ക് നിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നറിയാം, പക്ഷെ നീ ഇതിനെ തരണം ചെയ്ത് മുന്നോട്ട് വന്ന് നോക്കണില്ല. നീ ഒന്നുകൂടെ ശ്രമിക്കേ. ചേട്ടാ, ഞാൻ ചേട്ടനെ കെട്ടിപ്പിടിച്ചോട്ടെ.